നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ സഹാബി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള പ്രസിദ്ധമായ ഹദീസാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, മൻ തഅല്ലമൽ ഖുർആന, ആരാണ് ഖുർആൻ പഠിച്ചത്, വഅല്ലമ, ഖുർആൻ പഠിപ്പിച്ചത് അവനാണ്. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോക്കൂ, ഈ ഹദീസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന മഹാനായ താബിഈ അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ദാകല്ലദീ അഖഅദനി മഖഅദി ഹാദാ, ഇതാ എന്നെ ഈ ഇരുത്തം ഇരുത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസാണ്. അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കാൻ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലം തൊട്ട് ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ കാലം വരെ മസ്ജിദിൽ അദ്ദേഹം ഒഴിഞ്ഞിരുന്നു എന്നാണ് ഖുർആൻ പഠിപ്പിക്കാൻ. ഉസ്മാൻ്റെ കാലം മുതൽ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലം തൊട്ട് ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ കാലം വരെ. ഇമാം ബിൻ ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഉസ്മാൻ്റെ കാലഘട്ടം എന്നാൽ ഉസ്മാൻ്റെ ഖിലാഫത്തിൻ്റെ അവസാനം തൊട്ട് ഹജ്ജാജിൻ്റെ കാലത്തിൻ്റെ തുടക്കം വരെ, ഉസ്മാൻ്റെ കാലഘട്ടത്തിൻ്റെ അവസാനം തൊട്ട് ഹജ്ജാജിൻ്റെ കാലഘട്ടത്തിൻ്റെ തുടക്കം വരെ കൂട്ടിയാൽ തന്നെ 38 വർഷങ്ങൾ വരും, ഏറ്റവും ചുരുങ്ങിയത്. ഇനതിൽ പരമാവധി എടുത്താൽ, അഥവാ ഉസ്മാൻ്റെ കാലഘട്ടത്തിൻ്റെ തുടക്കം തൊട്ട് റളിയല്ലാഹു അൻഹു ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ കാലഘട്ടത്തിൻ്റെ അവസാനം വരെ എടുത്താൽ 72 വർഷങ്ങൾ വരും. 38ൻ്റെയും 72ൻ്റെയും ഇടയിൽ സുദീർഘമായ പതിറ്റാണ്ടുകൾ ഖുർആൻ ജനങ്ങളെ പഠിപ്പിക്കാൻ ആ മഹാനായ താബിഈ ഒഴിഞ്ഞിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദാകല്ലദീ അഖഅദനി മഖഅദി ഹാദാ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കാണ് എന്നെ ഇരുത്തം ഇരുത്തിയത്. ഏത് വാക്ക്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്.